ഈ പുട്ട് ആവി വന്നിട്ടുണ്ട്. കൊള്ളാം കേടാ. പുട്ട് ഇന്ന് പുട്ടും മുട്ട തിളപ്പിച്ചതും. അപ്പോൾ സ്റ്റൗ കത്തിച്ച് നമ്മൾ പുട്ട് കുറ്റിയിലേക്ക് പുട്ടുപൊടി ഇട്ടിട്ടുണ്ട്. തേങ്ങ ചിരട്ടയാണ് വെച്ചേക്കണേ, ചിരട്ട. അടിപൊളി. അപ്പോൾ സംഭവം നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം, കണ്ട് ഇഷ്ടപ്പെടും. അപ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. ആവി പറക്കണ പുട്ടങ്ങട് ഇട്, തള്ളിയിടങ്ങട. ആവി പറക്കണ പുട്ടും തിളപ്പിച്ച മുട്ടക്കറിയും. മുട്ട തിളപ്പിക്കാനായിട്ട് അടപ്പ് കത്തിക്കാം. അടപ്പ് കത്തിച്ച് നമുക്ക് അതിനുള്ള പാത്രം കയറ്റാം. പാത്രം കയറ്റിയിട്ടുണ്ട്. പാത്രം ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, ഒരു പച്ചമുളകുണ്ട്. നമുക്ക് 1 സ്പൂൺ ഉപ്പിടാം. മുട്ട ചാറാണ്, തിളപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത്തിരി ഉപ്പ് കൂടുതലുള്ള നല്ലതാണ്. നമുക്ക് ഇളക്കി ഒന്ന് മൂപ്പിക്കാം. ഇത് മൂത്ത് വരട്ടെ. അപ്പോൾ 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കാശ്മീരി ചില്ലി, 2 സ്പൂണ് കാശ്മീരി ചില്ലി, 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, ചെറിയ സ്പൂൺ ഗരം മസാല. അപ്പോൾ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാല ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചോ. നമുക്കൊരു വെളിച്ചെണ്ണ ഇത്തിരി ഒഴിക്കാം. മസാല മൂക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ. മസാല മൂത്ത് വരട്ടെ. ചാറ് എന്തോരം വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ഈ മുട്ട പൊട്ടിച്ചിടാനായിട്ട്. നമുക്ക് തിളച്ചാൽ നോക്കാം. നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച് വെക്കാം, അല്ലെങ്കിൽ മുട്ട കലങ്ങിപ്പോകും. മുട്ട പൊട്ടിച്ച് ഒഴിക്കണം ഇതേപോലെ. അടിപൊളി. ഇതുപോലെ പതിയെ പൊട്ടിച്ചൊഴിക്കണം മുട്ട, അല്ലെങ്കിൽ മുട്ട കലങ്ങിപ്പോവും. ഓക്കെ. പിന്നെ തിളക്കാൻ പാടില്ല, ചെറിയ തീയിലിരുന്ന് വേകട്ടെ. മുട്ടക്കറി റെഡി ആയിട്ടുണ്ടാകും നോക്കാം. മുട്ടക്കറി നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. അടിക്ക് പിടിക്കാണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. കാണുമ്പോൾ തന്നെ അറിയാം സംഭവം നല്ല വെന്ത് നല്ല കുട്ടപ്പനായിട്ടിരിക്കണേ. നമുക്ക് പുട്ട് എടുത്തിട്ടൊരു പെട കിടക്കാം. അപ്പോൾ പുട്ടും മുട്ടക്കറിയും. പുട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ പൊടിക്കാം. ചൂട് പുട്ടായിരുന്നു കേട്ടോ, തണുത്ത് പോയി. മുട്ടക്കറിക്ക് നല്ല ചൂടുണ്ട്. മുട്ടക്കറി, മുട്ട നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് എടുക്കാം. നമുക്കിതിലേക്ക് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ആവശ്യത്തിന് ചാറ്. അപ്പോൾ കുറക്കണ്ട, ആവശ്യത്തിന് ചാറൊക്കെ ഒഴിച്ച് സെറ്റപ്പ് ആക്കാം. ആവി ഉറക്കണം, ആവി. അപ്പോൾ സംഭവം പുട്ടും മുട്ടക്കറി റെഡി.